ഹലോ മൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഞാൻ ഇപ്പോഴുള്ളത് കലബുർഗി എന്ന നഗരത്തിലെ MS കെമിൽ എന്ന ഏരിയയിലാണ്. അപ്പോൾ ഞാനിപ്പോൾ കലബുർഗി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയത്തില്ല. പണ്ട് ഇതിനെ ഗുൽബർഗ എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു കർണാടകയിലെ ഒരു വലിയ നഗരമാണ്. ഇതൊരു നഗരമാണെങ്കിലും നിങ്ങൾക്ക് നഗരത്തിൻ്റെ ഒരു പ്രൗഢി ഇതിനുണ്ടോ എന്ന് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ മലയാളത്തിൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പൊതുവേ ഞാൻ വീഡിയോ ഇംഗ്ലീഷിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നൊരു മാറ്റം, ചെറിയൊരു ചേഞ്ചിന് വേണ്ടി ഞാൻ വീഡിയോ മലയാളത്തിൽ ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് MS കെമിൽ ഏരിയയിലെ ബസ് സ്റ്റാൻഡ് റോഡാണിത്. അപ്പോൾ ഈ ബസ് സ്റ്റാൻഡ് റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ്, ഇപ്പോൾ ഞാൻ പോകുന്ന ഡയറക്ഷനല്ല, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കർണാടകയിലെ ഗുൽബർഗയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡായ KSRTC ബസ് സ്റ്റാൻഡിലെത്താൻ കഴിയും. ഇവിടെയും കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആയതുകൊണ്ട് KSRTC എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഏരിയയുടെ പേര് MS കെമിൽ ജാഫ്രാബാദ് എന്നാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റോഡിൽ കാണാൻ കഴിയുന്നത് സ്പീഡ് ബ്രേക്കർ ആയിരിക്കും. അതുപോലെ തന്നെ വാഹനങ്ങളുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ ആയിരിക്കും ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്. ബ്ലാക്ക് ടൈപ്പ് ഓട്ടോറിക്ഷയുണ്ട്, ബ്ലൂ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്ലൂ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് അല്ലെങ്കിൽ ബാറ്ററി, പൊതുവെ ഇലക്ട്രിക്കാണ്. ഇത് ബ്ലൂ, ഇപ്പോൾ കണ്ട ബ്ലൂ ഇലക്ട്രിക്കും, മറ്റേ ബ്ലാക്ക് കളർ LPGയും അതുപോലെ തന്നെ ഡീസലും പെട്രോളും ഒക്കെ ഉള്ളതുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ യാത്ര ചുമ്മാ ഒരു സിറ്റി ടൂറാണ്. അപ്പം നിങ്ങൾക്ക് രണ്ട് സൈഡിലും മെയിനായിട്ട് ലെഫ്റ്റ് സൈഡിലൊരു സ്കൂളാണ്, ഇപ്പം ഗവൺമെൻറ് സ്കൂളാണ്. റൈറ്റ് സൈഡിൽ കാണുന്നത് മെയിനായിട്ടുള്ള ഇവിടുത്തെ ബിൽഡിങ്സും പഴയ ബിൽഡിങ്സാണ്. ഇതൊരു ചെറിയ ചേരി പ്രദേശം പോലെയുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന മുസ്ലിംസാണ്. അപ്പോൾ ഈ ഏരിയ മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയയാണ്. അപ്പം ഞാൻ ജാതി മതമൊന്നും പറയുന്നതല്ല. ഇവിടുത്തെ ഒരു സിറ്റിയുടെ ഒരു അറേഞ്ച്മെൻറ്റ് തന്നെ ജാതി മത ഭാഷ അടിസ്ഥാനത്തിലാണ്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് കന്നഡ സംസാരിക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഉറുദു സംസാരിക്കുന്ന അല്ലെങ്കിൽ ദക്കിണി എന്ന ഭാഷ സംസാരിക്കുന്ന, ഹിന്ദി സംസാരിക്കുന്ന മുസ്ലിംസും, പിന്നെ മറാഠികളും അതുപോലെ തന്നെ മാർവാടികൾ ഒരുപാടുണ്ട് ഇവിടെ. പിന്നെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വന്ന ഈ ഒരു ചൗക്കിൻ്റെ പേര് മുഹമ്മദി ചൗക്ക് എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു സിറ്റി ഒരു നഗരം എന്ന് പറയുന്നതിലപ്പുറം തന്നെ ഒരു സെമി അർബൻ ഏരിയ എന്ന് നമുക്കിതിനെ പറയാൻ കഴിയും. ഇവിടുത്തെ റോഡിൻ്റെയൊക്കെ അവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ടുള്ള റൈഡിൽ നിങ്ങളെ കാണിച്ചു തരാം. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ മുസ്ലിംസാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ സെറ്റിൽമെൻറ്റ്സിലെല്ലാം ഇവരുടെ ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു ജനസംഖ്യ വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ഇവിടെ പൊതുവേ ആരും അങ്ങനെ ഹെൽമെറ്റൊന്നും ധരിക്കാറില്ല. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ മുന്നോട്ടുള്ള യാത്രകളിലും മുന്നോട്ടുള്ള റൈഡ് നിങ്ങളെ അത് കാണിച്ചു തരും. എവിടെ നോക്കിയാലും സ്പീഡ് ബ്രേക്കറുണ്ട്. അത് ഈ സിറ്റിയുടെ ഒരു പ്രത്യേകതയാണ്. മരങ്ങളുടെ തോത് തന്നെ വളരെ കുറവാണ്. പല സ്ഥലങ്ങളിലും പല റോഡുകളും മേർജ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊന്നും മരങ്ങളൊന്നും അങ്ങനെ കാണത്തില്ല. ഇപ്പം ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ച് ചൂട് നല്ല രീതിയിലുണ്ട്. ഇത് വേറൊന്നും കൊണ്ടല്ല, ഇത് കർണാടകയിലെ തന്നെ ഏറ്റവും കൂടുതൽ ചൂട് ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഗുൽബർഗ അഥവാ കലബുർഗി. അപ്പോൾ ഇവിടുത്തെ മേജർ 2-3 ഡെസ്റ്റിനേഷനുകളുണ്ട്. അതായത് ഇവിടുത്തെ ഇതൊരു റിലീജിയസ് ടൂറിസം, അതായത് മതപരമായ ടൂറിസത്തിന് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെയാണ് കാജ ബന്ദനവാസ് ദർഗയുള്ളത്. അതുപോലെ തന്നെ ശരണബസവേശ്വര ടെമ്പിൾ എന്ന് പറയുന്നതും ബുദ്ധവിഹാർ. ഇത് 3 മതങ്ങളുടെയും മെയിനായിട്ടുള്ളൊരു സ്ഥലമാണ് കലബുർഗി സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ, റോഡിൽ പല സ്ഥലങ്ങളിലും ഈ വെള്ളത്തിൻ്റെ ലീക്കേജൊക്കെ ഉണ്ട്. റോഡ് പല സ്ഥലങ്ങളിലും കോൺക്രീറ്റ് ചെയ്തതാണ്. സിറ്റിയിലൂടെ നമ്മൾ പോകുമ്പോഴത്തേക്കിനും മനസ്സിലാക്കുന്നത്. ഞാൻ ഈ അടുത്തായിട്ട് സിറ്റി റൈഡുകൾ ചെറുത രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ സിറ്റിയെ അറിയുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. ഡെക്കാൻ സുൽത്താനേറ്റിൻ്റെ കാലഘട്ടത്തിലുണ്ടായ കുറേ മോണുമെൻറ്റ്സും ഈ ഏരിയയിലുണ്ട്. അതുപോലെ തന്നെ ഹഫ്ത് ഗുംബസ് എന്ന് പറയുന്ന 7 ഡോംസ്, അതും കാണാൻ കഴിയും. ഇപ്പം ഞാൻ പോകുന്നത് ചെറിയ ചെറിയ ഗലികളിലൂടെയാണ്. അപ്പം ഞാനിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കിന് ചില സമയങ്ങളിൽ ഈ സിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില സമയത്ത് റോഡ് പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാവും. അവിടെ വെച്ച് എൻഡാവും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ സിറ്റിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ്, ബിസിനസ് ഏരിയകളല്ല, മറിച്ച് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ഞാൻ കൺഫ്യൂസ്ഡായി ഇവിടെ വന്നപ്പോഴത്തേക്കിന്. കാരണം ഇവിടെ റോഡ് പക്ക എൻഡ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു അവരോട്,
മുന്നോട്ട് നമുക്ക് പോകാൻ കഴിയുമെന്ന് ചോദിച്ചു പറഞ്ഞു. ബൈക്കിന് പോകാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഇടവഴിയുണ്ട്. അപ്പോൾ അതിലൂടെ കയറി കഴിഞ്ഞാൽ അപ്പുറത്തെത്താൻ കഴിയും. അപ്പോൾ സിറ്റി എന്ന് പറയുന്നത് ഇതുപോലത്തെയുള്ള ചെറിയ ചെറിയ ഗലികളുള്ള സിറ്റികളിലൂടെയൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് മെയിനായിട്ട് ഇവിടെ SB നാക്ക എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. SB നാക്ക അവിടെ ചെറിയൊരു ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട്. ബസ് സ്റ്റോപ്പ് എന്ന് പറയാം, ബസ് സ്റ്റാൻഡ് എന്നും പറയാം. ആ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൊക്കെ ഒരു ഷോപ്പിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ അത് പോകുന്ന വഴി ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ്. ചില വഴികളൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു ഉദ്ദേശം വെച്ച് ഒരു ജോഗ്രഫിക്കൽ ഐഡിയ എൻ്റെ മൈൻഡിലുള്ളത് കൊണ്ട് ആ ഒരു രീതിയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെയും വാട്ടർ സ്കേഴ്സിറ്റി ഏറ്റവും കൂടുതലുള്ള ഒരു നഗരങ്ങളിലൊന്നാണ് ഗുൽബർഗ. അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കിന് സിറ്റി ഇപ്പം ചെറുതായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്പാൻഡ് ചെയ്ത സ്ഥലങ്ങളാണിത്. ഇപ്പോൾ വന്നതൊക്കെ ചെറിയ പഴയ ബിൽഡിംഗ് ആണെങ്കിൽ പോലും ഇപ്പോൾ കാണാൻ കഴിയുന്നത് പുതിയ ബിൽഡിംഗ് ആണ്. ഇവിടെ ആരും അങ്ങനെ ട്രാഫിക്കൊന്നും ഫോളോ ചെയ്യാറില്ല. ട്രാഫിക് സിസ്റ്റമേ ഇവിടെ ഭയങ്കര ഫെയിലിയറാണ്. പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് കാണാൻ കഴിയും റോഡിൻ്റെയൊക്കെ അവസ്ഥ വളരെ മോശമാണ്. റോഡിൻ്റെ നടുക്ക് തന്നെ വലിയ വലിയ ഗട്ടറുകളുണ്ടായിട്ട് പോലും അതോറിറ്റീസ് ഒന്നും നോക്കുന്നൊന്നുമില്ല. കണ്ടോ, പല സ്ഥലങ്ങളിലും ഇപ്പോൾ വെള്ളം വന്നതുപോലെ ഉണ്ട്. വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ ടൈമിങ്ങിൽ മാത്രമേ വെള്ളം കിട്ടത്തുള്ളൂ. അതാണ് ഈ സിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഞാൻ മുന്നോട്ട് പോകുന്തോറും എനിക്ക് പലതരം അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു മെയിൻ റോഡിലോട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ മെയിൻ റോഡിന് രണ്ട് വശത്തും വീടുകളാണ്. പൊതുവേ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ഇവിടെ പല രീതിയിലുള്ള ജനങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈവൻ മലയാളീസ് വരെ ഇവിടെ ഒരുപാട് ഉണ്ട്. ഇവിടെയുള്ള ESIC ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരും പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയിൽ പഠിക്കുന്ന കുട്ടികളായാലും മലയാളി പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ തമിഴ് പോപ്പുലേഷനും തെലുഗു പോപ്പുലേഷനും ഉണ്ട്. അത് നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. തെലുഗു പോപ്പുലേഷൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഹൈദരാബാദാണ്. 200 കിലോമീറ്റർ 200-250 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഹൈദരാബാദ് എത്തും. അപ്പം ഗുൽബർഗയിൽ നിന്ന് നിയറസ്റ്റ് സിറ്റി എന്ന് പറയുന്നത് ബാംഗ്ലൂരല്ല, മറിച്ച് ഹൈദരാബാദാണ്. പിന്നെ അവിടുന്ന് പിന്നുള്ളത് പൂനെയാണ്. ഹൈദരാബാദിലേക്കുള്ള ഡിസ്റ്റൻസ് ഏകദേശം 230 കിലോമീറ്റർ വരും. 4 മണിക്കൂർ 24 മിനിറ്റ് എടുക്കും ഏകദേശം ഹൈദരാബാദിൽ എത്തിച്ചേരാൻ. പക്ഷേ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഒരു രാത്രി എടുക്കും. അത് വളരെ കൂടുതലാണ്. ഇപ്പം വന്ദേ ഭാരതൊക്കെ എത്തിയതുകൊണ്ട് കുറവാണ് ഡിസ്റ്റൻസ് കവറാണെങ്കിൽ പോലും വന്ദേ ഭാരത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. ഒരുപാട് പേർക്ക് പൈസ ഉള്ളവർക്കൊക്കെ അഫോർഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പം വീണ്ടും ഒരു മെയിൻ റോഡിലൂടെ എത്തിക്കുന്നു. പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഈ മൺസൂൺ സമയത്ത് ഈ ഗുൽബർഗയിൽ നല്ല രീതിയിൽ മഴ ലഭിച്ചിട്ടുണ്ട്. പൊതുവേ ഇവിടെ മഴ ലഭിക്കാത്തൊരു നഗരമാണെങ്കിൽ പോലും ഇപ്രാവശ്യം നല്ല രീതിയിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ നല്ല രീതിയിൽ മഴ കൊടുത്തിട്ടുണ്ട് ഇവിടെ. പക്ഷേ മഴ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് വീണ്ടും പൊടി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ ഏരിയയിലൊന്നും ബിൽഡിങ്സ് അത് അത്രയും ഡെവലപ്പായിട്ടില്ല. അപ്പോൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോഴും നഗരത്തിൻ്റെ ഭാഗമാണെങ്കിൽ പോലും നഗരത്തിൻ്റെ ഒരു ബ്യൂട്ടി ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അടുത്ത ചില വീഡിയോകളിൽ ഞാൻ നിങ്ങൾക്ക് നഗരത്തിൻ്റെ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ പൊതുവേ റിലീജിയൻ വൈസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മുസ്ലിംസ് ഡോമിനേറ്റഡ് ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഐ ലവ് മുഹമ്മദും പിന്നെ അതുപോലെ തന്നെ മുസ്ലിം പതാകകളൊക്കെ കാണാൻ കഴിയും. ഹിന്ദു ഡോമിനേറ്റഡ് ഏരിയ പോയി കഴിഞ്ഞാൽ സാഫ്രോൺ കളർ പതാകകൾ കാണാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതലുള്ള വേറൊരു പോപ്പുലേഷനാണ് ദളിത് പോപ്പുലേഷൻ അഥവാ ഷെഡ്യൂൾഡ് കാസ്റ്റ് പോപ്പുലേഷൻ. അവരുടെ ഏരിയ എത്തുമ്പോഴത്തേക്കിന് നമുക്ക് JB വെച്ചുള്ള കൊടികളും അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് കൊടികളും ഒക്കെ കാണാൻ കഴിയും. അപ്പോൾ ഈ 3 പോപ്പുലേഷൻ ഇവിടെ ഉണ്ട്. ക്രിസ്ത്യാനികളും ഒരുപാടുണ്ട്, 2-3 ക്രിസ്ത്യൻ ചർച്ചുകളും ഉണ്ട്. പൊതുവെ അവിടെ മലയാളീസും അതുപോലുള്ള ഫാദേഴ്സൊക്കെയാണ് കൂടുതലും, സിസ്റ്റേഴ്സും ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഒരു റിലീജിയൻ വൈസുള്ള ഒരു അവസ്ഥ ഇവിടുത്തെ. മറ്റൊന്ന് കാസ്റ്റ് വൈസുള്ള അവസ്ഥയും നമുക്ക് കഴിയാൻ കഴിയും. ഇപ്പോഴത്തെ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾ നോക്ക്. ഇതുപോലുള്ള റോഡുകൾ സിറ്റിയിലൊക്കെ കാണുന്നത് ഞാൻ നാട്ടിൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കുറച്ച് നാളായി നമ്മൾ നാട്ടിലോട്ട് പോയിട്ട്. അപ്പം നാട്ടിലെ നഗരമൊന്നും അധികം നമ്മൾ വിസിറ്റും ചെയ്തിട്ടില്ല. നമ്മളൊക്കെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വരുന്നവരായതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്. ഈ അമ്പലം എനിക്ക് തോന്നുന്നത് മണികേശ്വരി അമ്പലം എന്ന് പറഞ്ഞ അമ്പലമാണിത്, റൈറ്റ് സൈഡിൽ കണ്ടത്. അപ്പോൾ ഇപ്പം ഞാൻ ആ റോഡിൽ നിന്ന് ആ മണികേശ്വരി റോഡിൽ കൂടെയാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ അവിടുന്ന് ഞാൻ നേരെ വന്നിരിക്കുന്ന റോഡെന്ന് പറഞ്ഞാൽ കാദ്രി ചൗക്ക് റോഡാണ്. കാദ്രി ചൗക്ക് എന്ന് പറഞ്ഞൊരു ചൗക്കുണ്ട്. ആ ചൗക്കിലെത്തിയതിന് ശേഷം അവിടുന്ന് നമുക്ക് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഹൈവേ നമ്പർ 10 കിട്ടും. അപ്പോൾ അതാണ് എൻ്റെ ഉദ്ദേശം. നിങ്ങൾ കണ്ടോ റോഡിൻ്റെ അവസ്ഥ കണ്ടോ? ഇതാണ് റോഡിൻ്റെ അവസ്ഥ. ഇത്ര നാളായിട്ടും റോഡിൻ്റെ അവസ്ഥ ഇതാണ്. എല്ലായിടത്തും ഈ അവസ്ഥയില്ലെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ റോഡുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പച്ചപ്പ് കുറവാണ് ഈ നഗരത്തിൽ. പല സ്ഥലങ്ങളും ഉണ്ട്. ഇപ്പോൾ ഇതൊരു ഹഫ്ത് ഗുംബസാണ്.
കണ്ടോ, അത് പഴയ കാലത്തെ ഒരു നിർമ്മിതിയാണ്. അതൊന്നും ആരും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സുൽത്താനേറ്റിൻ്റെ സമയത്ത്, പിന്നെ ബാമനി കിങ്ഡം ഉള്ള സമയത്തും ഗുൽബർഗ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിറ്റി ആയിരുന്നു. ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് റോഡിൻ്റെ അവസ്ഥ കുഴപ്പമില്ല. പല സ്ഥലങ്ങളിലും റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണെങ്കിൽ പോലും 4 വീലേഴ്സിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. 2 വീലേഴ്സിന് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാൻ കഴിയും. അപ്പോൾ ഞാനിപ്പോൾ എത്തുന്ന സ്ഥലത്തിൻ്റെ പേര് കാദ്രി ചൗക്ക് എന്നാണ്. അപ്പോൾ കാദ്രി ചൗക്കിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അലന്ത് റോഡിലോട്ട് കയറും. സിറ്റി നിങ്ങൾ തന്നെ പറ, സിറ്റിക്ക് ഒരു സിറ്റിയുടെ ഭംഗിയുണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ നമുക്ക് സിറ്റിയുടെ ഭംഗി കാണിക്കുന്ന പല സ്ഥലങ്ങളിലൂടെ ഇനി അടുത്ത വീഡിയോസ് നമ്മൾ ചെയ്യാം. ഗുൽബർഗ സിറ്റി എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിറ്റിയാണ്. നഗരത്തിൻ്റെ ഇത് ഗുൽബർഗ സിറ്റി എന്ന് പറയുമ്പോഴത്തേക്കിന് ഇത്രയൊക്കെ പരിശോധിച്ച് വെച്ച് കഴിഞ്ഞാൽ ഗുൽബർഗ എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സിറ്റി ഓഫ് ഫ്ലവർ അല്ലെങ്കിൽ ഫ്ലവർ ഗാർഡൻസ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. പെർഷ്യൻ വേർഡ് ഗുൽ മീൻസ് ഫ്ലവർ ആൻഡ് ബാഗ് ഗാർഡൻ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഗുൽബർഗയെ റീനെയിം ചെയ്ത് 2014 അത് കലബുർഗി എന്നാക്കിയതിൻ്റെ കാരണം ഇതൊരു റോക്കി ലാൻഡ് ആയതുകൊണ്ട് കലബുർഗി എന്നാക്കി മാറ്റി. ഇപ്പം നമ്മൾ വീണ്ടും കാദ്രി ചൗക്കിലെത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ എന്ന് നോക്കും. പതാകകളുടെ കളർ വ്യത്യാസം വരുന്നുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്. ഞാൻ പറയുന്നത് തെറ്റല്ല, പതാകകളുടെ കളറുകൾ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ ബുദ്ധിസ്റ്റ് ഫ്ലാഗാണ്. ഇപ്പം ഈ ലാമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിസ്റ്റ് ഫ്ലാഗുകൾ കാണാൻ കഴിയും. അതുപോലെ തന്നെ ജയ് ഭീം എന്നെഴുതിയ ഫ്ലാഗുകൾ കാണാൻ കഴിയും. പല സ്ഥലങ്ങളിലും സാഫ്രോൺ കളർ ഫ്ലാഗ് കാണാൻ കഴിയും, പച്ച കളർ ഫ്ലാഗ് കാണാൻ കഴിയും. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിലെല്ലാം നല്ല രീതിയിൽ ഈ ഒരു ഐഡിയ ഡെവലപ്പായി കിടപ്പുന്നുണ്ട്. കണ്ടോ, നിങ്ങൾ നോക്കുക, ആരുടെയെങ്കിലും തലയിൽ ഹെൽമെറ്റ് ഉണ്ടോ? ഇത് അലന്ത് റോഡ് എന്ന് പറയും. സ്റ്റേറ്റ് ഹൈവേ നമ്പർ 10 ആണ്. അലന്ത് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന ഒരു വഴിയാണ്. നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക ഇതിൻ്റെ ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അലന്ത് ജംഗ്ഷൻ ഉണ്ട്, അലന്ത് ചെക്ക് പോസ്റ്റ് എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഹൈദരാബാദ്, ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂർ, നേരെ പോയി കഴിഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക എത്തും. ഇത് ഷെട്ടി കോംപ്ലക്സ് എന്ന് പറഞ്ഞ ഏരിയയാണ്. അപ്പം ഇവിടെയാണ് നമ്മുടെ ഒരു ഷോപ്പിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടുന്ന് ഞാൻ മുന്നോട്ട് കുറച്ചുകൂടെ യാത്ര ചെയ്ത് ഒരു സൂപ്പർ മാർക്കറ്റ് ഏരിയ വരെ ഈ വീഡിയോ എൻഡ് ചെയ്യും. അതിനുശേഷം ഇതിൻ്റെ ബാക്കി നെക്സ്റ്റ് വീഡിയോകളും ഇതിൻ്റെ പുറകെ വന്നുകൊണ്ടിരിക്കും. ഇതാണ് ഒരു നല്ലൊരു റോഡാണ്. ഇവിടുത്തെ ഒരു 4 ലൈനാണ്. 4 ലൈൻ മീൻസ് ഒരു സൈഡിൽ 2 ലൈൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 ലൈൻ വെച്ചിട്ടുണ്ട്. ഈ റോഡിൻ്റെ പേരാണ് അലന്ത് റോഡ്. ആരും ഹെൽമെറ്റൊന്നും ഇല്ലാതെ മുന്നോട്ട് ഇങ്ങനെ പോകുന്നു. ആർക്കും കംപ്ലൈൻ്റ് ഇല്ല. റോഡ് ക്രോസിംഗ് ഒക്കെ വളരെ സാഹസികമായിട്ട് ചെയ്യേണ്ടി വരും ഇവിടെ. സോ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവിടുന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവിടുന്ന് ഞാൻ വീണ്ടും മാർക്കറ്റ് ഏരിയയിലോട്ട് പോകാനുള്ള പ്ലാനാണ്. സൂപ്പർ മാർക്കറ്റ് ഏരിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നത് ടോൾ നാക്ക എന്ന് പറയും. ടോൾ നാക്ക, ഇതിന് വേറൊരു പേരുണ്ട്, SB നാക്ക എന്നും കൂടാണ്. ഇവിടുന്ന് ഇവിടെ ഒരു ബസ് സ്റ്റാൻഡുണ്ട് റൈറ്റ് സൈഡിൽ. ആ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സുകളൊക്കെ പല റൂറൽ ഏരിയസിലോട്ടൊക്കെ പോകും. ഇത് SB നാക്ക ജംഗ്ഷനാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പുതിയ റോഡിൽ കൂടെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അപ്പോൾ ഈ റോഡിൻ്റെ പേരാണ് ജയ് ഭവാനി റോഡ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ വിചാരിച്ച് ജയ് ഭവാനി റോഡിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ വേറൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ താമസിക്കുന്ന ഏരിയയാണ്. ഇവിടെ മാർവാടി പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ മാർവാടികളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ. അപ്പോൾ അവർ പൊതുവെ ഇവിടുത്തെ പഴയ കാലത്തെ സെറ്റിൽമെൻറ്റ് പാറ്റേൺ ആണിത്. അപ്പോൾ ഇവിടെ ഈ ലൊക്കാലിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാർ മാർവാടികളാണെങ്കിൽ പൊതുവെ ഗുജറാത്തിൽ നിന്നും പിന്നെ സൗരാഷ്ട്രയിൽ നിന്നും അതുപോലെ തന്നെ രാജസ്ഥാനിൽ നിന്നുമൊക്കെ വന്ന ആൾക്കാരായതുകൊണ്ട് അവർ ഫോളോ ചെയ്യുന്ന ഒരു റിലീജിയൻ ഉണ്ട്. അപ്പോൾ ആ ഒരു റിലീജിയസ് ഡോമിനൻസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ നഗരങ്ങളുടെ ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇവിടെ പൊതുവെ കുറച്ചുകൂടെ ക്ലീനാണ് നഗരം. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ എല്ലാം നമുക്ക് ഹിന്ദു റിലേറ്റഡ് ആയിട്ടുള്ള കൊടികളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ അവിടുന്ന് ഞാൻ ഒരു ചെറിയ ഷോർട്ട് കട്ട് എടുത്തിട്ട് വീണ്ടും ഈ സോമിൽ റോഡിലോട്ട് എത്തും. സോമിൽ റോഡെന്ന് പറയുന്ന ഒരു റോഡുണ്ട്. MSK മില്ല് പോലെ തന്നെ സോമിൽ റോഡുണ്ട്. അപ്പോൾ സോമിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു മില്ല്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അതിനെ സോമിൽ റോഡെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ പോകുന്ന ഒരു ചെറിയ ഷോർട്ട് കട്ട് റോഡിലൂടെ പോയിട്ട് നമ്മുടെ ഗുൽബർഗ ഫോർട്ടിൻ്റെ ഇപ്പുറത്തായിട്ട് എത്തുന്ന രീതിയിലുള്ളൊരു വഴിയാണ്. ഇവിടെ പൊതുവേ നഗരത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പലതരം കൊടികൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഞാൻ കൊടികളെപ്പറ്റി പറയുന്നത് അവിടുത്തെ ഒരു സിറ്റിയുടെ ഒരു മോർഫോളജിയെ പറ്റി അറിയാൻ വേണ്ടി മാത്രമാണ്. ചെറിയൊരു ക്ഷേത്രമുണ്ട് അവിടെ. ഇവിടെ നല്ല കോൺക്രീറ്റ് റോഡാണ്. ഇവിടെ അധികം വാഹനങ്ങളുടെ തിക്കും തിരക്കും ഇല്ലാത്തതുകൊണ്ടാണ് ഈ റോഡ് തിരഞ്ഞെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പം ഗുൽബർഗ നഗരത്തിനെ പറ്റി നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുക. ഈ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ മാക്സിമം ഇൻഫോർമേഷൻസൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പം നിങ്ങൾ ആരെങ്കിലും ഗുൽബർഗയിൽ താമസിച്ചവരോ അല്ലെങ്കിൽ കലബുർഗിയിലോ
കലബുർഗിയിൽ വന്ന് താമസിച്ചവരോ അല്ലെങ്കിൽ പഠിക്കാൻ വന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ, ഒപ്പീനിയനുകൾ എല്ലാം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഇപ്പോൾ വീണ്ടും ഞാൻ ഒരു പെട്രോൾ പമ്പ്, അതല്ല, ഒരു സോമിൽ റോഡിലെത്തിയിരിക്കുകയാണ്. ഈ സോമിൽ റോഡ് എന്ന് പറഞ്ഞാൽ ഇത് ആ നേരത്തെ കണ്ട ജംഗ്ഷൻ ഉണ്ടല്ലോ, നാക്ക, SB നാക്ക ജംഗ്ഷനിൽ നിന്ന് നേരെ സൂപ്പർ മാർക്കറ്റ് ലോഹർ ഗലിയിലേക്ക് പോകുന്ന ഒരു ജംഗ്ഷനാണ്. അപ്പം അതുപോലെ തന്നെ ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നേരെ ഗുൽബർഗ ഫോർട്ടിലോട്ടെത്തും. അവിടുന്ന് മുന്നോട്ട് പോകുമ്പോഴത്തേക്കിന് രജ്പുത് കമ്മ്യൂണിറ്റിയുടെ ഏരിയ ആണിത്. അതുകൊണ്ട് ഇത് ഈ കാണുന്ന ബിൽഡിംഗ് രജ്പുത് കമ്മ്യൂണിറ്റി, രജ്പുത് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. അവർ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലൊക്കാലിറ്റിയാണ്. അപ്പോൾ അവരുടെ കുറച്ച് ബിൽഡിങ്സും അസോസിയേഷൻ്റെ കെട്ടിടങ്ങളൊക്കെയാണ്. അപ്പോൾ അവരും എനിക്ക് തോന്നുന്നത് ഹിന്ദു റിലീജിയൻസാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സോമില്ല്. ഈ സോമിലുള്ളതുകൊണ്ടായിരിക്കും ഇവിടെ സോമിൽ റോഡെന്നറിയപ്പെടുന്നത്. അങ്ങനെ ഞാൻ സൂപ്പർ മാർക്കറ്റ് ഏരിയയിലെ ലോഹർ ഗലി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അപ്പം ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്ന വലിയ ബിൽഡിങ്ങാണ് പ്രകാശ് ഏഷ്യൻ മോള്. ആ പ്രകാശ് ഏഷ്യൻ മോളിൽ പലതരം ഷോപ്സൊക്കെ അവൈലബിൾ ആണ്. അവിടുന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് റോഡുണ്ട്. ആ റോഡ് എടുത്തു കഴിഞ്ഞാൽ ലോഹർ ഗലി എന്നാണ് പറയുന്നത്. നേരെ പോകുന്ന റോഡ് അത് സൂപ്പർ മാർക്കറ്റിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിൻ്റെ ഭാഗമാണ്. ഇത് ലോഹർ ഗലി, ചെറിയൊരു ഗലിയാണ്. ഇതിനെ പറയുന്ന ലോഹർ ഗലി എന്നാണ്. എനിക്കൊന്ന് ലോഹർ എന്ന് പറഞ്ഞാൽ ലോഹം കൊണ്ടുണ്ടാക്കുന്ന, ലോഹം ഉണ്ടാക്കി ജീവിക്കുന്ന ആൾക്കാർ, ലോഹം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ലോഹർ ഗലിയിൽ നിന്ന് റോഡ് നേരെ എത്തുന്നത് ഉമ്നാബാദ് റോഡ്, പിന്നെ സൂപ്പർ മാർക്കറ്റ് ഏരിയ. ഇത് മൊത്തം മാർക്കറ്റ് ഏരിയകളാണ്. അപ്പം ഇവിടെ നമ്മൾ മെയിനായിട്ട് ഗുൽബർഗയിലെ ഏറ്റവും ഹൃദയഭാവം ഗഞ്ച് എന്നൊക്കെ പറയുന്ന ഏരിയ ഇവിടാണ്. ഗഞ്ച്, പിന്നെ അതുപോലെ തന്നെ ജമാ മസ്ജിദ് റോഡ്, ജുനൈദ് റോഡ്. എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ജുനൈദ് റോഡിൽ കൂടെ കയറി നേരെ അലൻ ചെക്ക് പോസ്റ്റിൽ എത്താനെന്നായിരുന്നു. പക്ഷേ പ്രത്യേകിച്ചൊരു ആവശ്യം വന്നുകൊണ്ട് ഞാൻ പിന്നെ അവിടുന്ന് വേറെ ഒരു റൂട്ട് പിടിച്ചു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗുൽബർഗ സിറ്റിയുടെ പല പല ഭാഗങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. പല സ്ഥലങ്ങളും വേസ്റ്റ് കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് 2 ദിവസം 3 ദിവസം ഹോളിഡേ ആയതുകൊണ്ട് അങ്ങനെ ഇതായാലും. അപ്പോൾ ഞാനിപ്പോൾ എത്തിയിരിക്കുന്ന ഉമ്നാബാദ് റോഡിൻ്റെ ഈ സ്ഥലത്താണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.